ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ NMMS സ്കോളർഷിപ്പിന് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷം 2018 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് മൂവ്സ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 20 minutes. ദ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ ഇറ്റ്സ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ വുഡ് ബി. അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? 20 മിനിറ്റ് ഹാൻഡ് കറങ്ങുകയാണെങ്കിൽ ആ ആംഗിൾ, മിനിറ്റ് ഹാൻഡ് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എത്രയാണ് നോക്കാം. അപ്പോൾ ആദ്യം ക്ലോക്കിനെ കുറിച്ച് ചെറിയൊരു കൺസെപ്റ്റ് വേണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ക്ലോക്ക് ഇപ്പോൾ ഇതൊരു 3 മണിയാണെന്ന് വിചാരിക്കുക. ഈ മിനിറ്റ് ഹാൻഡ്, ഇതാണ് മിനിറ്റ് ഹാൻഡ്, ഇത് ഹവർ ഹാൻഡ്. ഈ മിനിറ്റ് ഹാൻഡ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രി കറങ്ങണം? ഇതിവിടെ 90, പിന്നെ 180, അങ്ങനെ ടോട്ടൽ എത്ര കറങ്ങണം മിനിറ്റ് ഹാൻഡിൻ്റെ കേസാണ് പറയുന്നത്. മിനിറ്റ് ഹാൻഡ് ഒരു പൊസിഷനിൽ തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രി ഇത് കറങ്ങും? 360 ഡിഗ്രി കറങ്ങും. അപ്പോൾ ഈ പൊസിഷനിൽ തിരിച്ച് ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എത്ര മിനിറ്റ് കവർ ചെയ്യണം? ഇവിടെ നിന്ന് തിരിച്ചിങ്ങനെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ് എന്ത് 360 ഡിഗ്രി എന്ന് പറയുന്നത്. 1 ഹവർ ആവുമല്ലോ ഈ സൂചി തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് എത്തി. എത്രയായി? 1 ഹവർ ആവും. 1 ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ്. അപ്പോൾ മിനിറ്റ് ഹാൻഡ് തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ എത്രയാവും? 60 മിനിറ്റ് എടുക്കും. അപ്പോൾ 60 മിനിറ്റാണ് 360 ഡിഗ്രി. അപ്പോൾ 1 മിനിറ്റ് എത്രയാണ്? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 60. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഡിഗ്രി. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താ? 20 മിനിറ്റ് ഹാൻഡ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ എത്ര ആംഗിൾ കവർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ 1 മിനിറ്റാണ് 6 ഡിഗ്രി. അപ്പോൾ ഇതിന് ഇൻറ്റു 20 ചെയ്താൽ പോരെ? അപ്പോൾ എന്തായി? 20 മിനിറ്റ് പറഞ്ഞാൽ എന്തായി? അപ്പോൾ ഇവിടെ ഇൻറ്റു 20 ചെയ്യുക. 20 × 6 പറഞ്ഞാൽ എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ 20 മിനിറ്റ് കവർ ചെയ്യണമെന്നുണ്ടാവും 120 ഡിഗ്രി ആംഗിൾ എടുക്കും. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ആൻസർ ചെയ്ത ഓപ്ഷൻ നമ്പർ 3. ആൻസർ 3. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് യുവർ ബർത്ത്ഡേ ഇൻ ദ ഇയർ 2009 വാസ് മൺഡേ, വാട്ട് ഡേ വുഡ് ഇറ്റ് ഫാൾ ഇൻ ദ ഇയർ 2011? 2009 നമ്മളെ ബർത്ത്ഡേ മൺഡേ ആണെങ്കിൽ 2011 ഏത് ഡേ ആയിരിക്കണം? അപ്പോൾ ആദ്യം നോർമൽ ഡേയ്സ്, നോർമൽ ഇയറും ലീപ്പ് ഇയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കണം. നോർമൽ ഇയറിൽ ടോട്ടൽ 365 ഡേയ്സ് ഉണ്ടാവും. 365 ഡേയ്സ്. ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ഡേയ്സ് ഉണ്ടാവും. ഇതെന്തുകൊണ്ടാണെന്ന് കാരണം അറിയില്ലേ? നോർമൽ ഇയറിൽ ഫെബ്രുവരിയിൽ എത്ര ഡേയ്സ് ഉണ്ടാവുള്ളൂ? 28 ഡേയ്സേ ഉണ്ടാവുള്ളൂ, 28 ഡേയ്സ് ഉണ്ടാവുള്ളൂ. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ 1 ഡേ എക്സ്ട്രാ ഉണ്ടാവും, അതാണ് 29 ഡേയ്സ് ഉണ്ടാവും. അപ്പോൾ ഈ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, ഒരാഴ്ചയിൽ എത്ര ഡേയ്സാണ് ഉള്ളത്? 7 ഡേയ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് കാണാനുള്ളത്, ഈ ഓഡ് ഡേയ്സ് എങ്ങനെ കാണാമെന്ന് പറയുന്നത് ടോട്ടൽ ഡേയ്സ് ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ മതി. അപ്പോൾ നോർമൽ ഇയറിൽ 365 ഡേയ്സ് ആണ്. ഈ 365 ഡിവൈഡഡ് ബൈ 7 എന്താണെന്ന് നോക്കാം. 365 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ എത്ര വരിക? അതായിരിക്കും നമ്പർ ഓഫ് ഓഡ് ഡേയ്സ്. ഇതിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 365 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് നോക്കാം. ഇത് എത്ര കിട്ടും? 5, 35, 15, 2, 14, 1. അപ്പോൾ ഇവിടുത്തെ ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ റിമൈൻഡറാണ്. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ നോർമൽ ഇയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇനി നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ ലീപ്പ് ഇയർ ആണെങ്കിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടാവും? ലീപ്പ് ഇയറിൽ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് ഇതിനേക്കാളും 1 ഡേ കൂടുതലല്ലേ? അപ്പോൾ 366 ഡിവൈഡഡ് ബൈ 7 എന്ന് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? നേരത്തെ ചെയ്ത പോലെ തന്നെ 35, 16, 2, 14, 2 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ ലീപ്പ് ഇയർ എന്ന് പറയുന്നത് 2 ആണ്. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഇൻ നോർമൽ ഇയർ എന്ന് പറയുന്നത് അത് 1 ആണ്. ഈ കൺസെപ്റ്റ് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇനി 2009
ബർത്ത്ഡേ കിടക്കുന്നത് ഏത് ഡേ ആണ്? മൺഡേ ആണെന്ന് പറഞ്ഞു. പിന്നെ 2010 ഉണ്ട്, 2011 ഉണ്ട്. 2010 ഒരു ലീപ്പ് ഇയർ ആണോ നോക്കുക. 2010 ഒരു ലീപ്പ് ഇയർ അല്ല. അത് ലീപ്പ് ഇയറിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ബാക്കി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 2010 ലീപ്പ് ഇയർ അല്ല. അപ്പോൾ അവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 1. പിന്നെ 2011 ഒരു ലീപ്പ് ഇയർ അല്ല. അപ്പോൾ അവിടെ ഓഡ് ഡേയ്സ് 1 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഓഡ് ഡേയ്സ് എത്രയാണ്? 2 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ 2 ഓഡ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഇപ്പോൾ 2009 മൺഡേ ആണെങ്കിൽ 2011 ഏത് ഡേ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ മൺഡേ +2 ചെയ്യുക. ഈ ഓഡ് ഡേ എന്താണോ കിട്ടിയത് അത് നേരെ +2 ചെയ്യുക. പിന്നെ മൺഡേ കഴിഞ്ഞാൽ +2, 2 ദിവസം കഴിഞ്ഞാൽ ഏതാ? ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പോൾ വെനസ്ഡേ ആൻസർ ഏതായിരിക്കും? വെനസ്ഡേ എന്നായിരിക്കും. വെനസ്ഡേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ നമ്പർ 2 ഇതായിരിക്കും. ഈ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻ എ ആൻഡ് ബി ഈസ് 129 km. എ ട്രെയിൻ മൂവിംഗ് വിത്ത് യൂണിഫോം സ്പീഡ് 48 km/h leaves stations A for station B. After moving for 15 minutes, how would it from station B? അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു 2 സ്റ്റേഷൻസ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ 2 സ്റ്റേഷൻസ് ഉണ്ട്. ഒരു എ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, സ്റ്റേഷൻ എ, സ്റ്റേഷൻ ബി, ഈ 2 സ്റ്റേഷൻ തമ്മിലുള്ള ദൂരം എത്രയും തന്നിട്ടുണ്ട്? 129 km ആണെന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് ഒരു ട്രെയിൻ, ഒരു V1 സ്പീഡ് ട്രെയിന് ഇവിടുന്ന് എ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ബി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഈ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 48 km/h എന്ന് തന്നിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ V, സ്പീഡ് 48 km/h എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഈ ട്രെയിന് 1 ഹവറിൽ ഒരു മണിക്കൂറിൽ 48 km ഈ ട്രെയിന് ട്രാവൽ ചെയ്യുന്നുണ്ടെന്നാണ്. 48 km ഡിസ്റ്റൻസാണ് 1 ഹവറിൽ ഈ ട്രെയിന് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത് 15 മിനിറ്റ്സ് ആയാൽ ഈ ട്രെയിന് ബിയിൽ നിന്ന് എത്ര ദൂരം ആയിരിക്കും എന്നാണ് ചോദിച്ചത്. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസാണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ടോട്ടൽ ഡിസ്റ്റൻസാണ് 129 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റ്സിൽ 1 ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് അതല്ലേ? 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അതാണ് 48 km. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 × 4 അല്ലേ? 15 ഓക്കെ 1. അപ്പോൾ 1 മിനിറ്റിൽ ഇത് എത്ര ദൂരം പോകുന്നുണ്ട്? 48/60 km ഈ 1 മിനിറ്റിൽ പോകുന്നുണ്ട്. അങ്ങനെ 15 മിനിറ്റിലാണെങ്കിലോ നേരെ ×15, 48/60 × 15 km. ഇത്രയും ദൂരം 15 മിനിറ്റിൽ ഈ ഫസ്റ്റ് ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്. 60ൽ എത്ര 15 ഉണ്ട്? 4. പിന്നെ 4ഉം 42, 12. അപ്പോൾ 15 മിനിറ്റിൽ ഈ ട്രെയിന് 12 km ദൂരമാണ് സഞ്ചരിക്കുന്നത്. 15 മിനിറ്റിൽ 12 km പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് 12 km പോയി. അപ്പോൾ ആൻസർ 12 ആണോ? അല്ല. നമ്മളോടെന്താ ചോദിച്ചത്? ഈ ട്രെയിൻ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ V1 എന്ന് പറഞ്ഞ ട്രെയിൻ ഇവിടെ എത്തി. അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഓഫ് ദ ട്രെയിൻ ഫ്രം ബി എന്ന് പറഞ്ഞ സ്റ്റേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 129. 129 ഇവിടെ വരെ എത്തിയ ഡിസ്റ്റൻസ് എത്രയാണ്? 12 വർഷം എത്ര ഉണ്ടാവുക? 117 km. ഇതിന് ആൻസർ എന്താണ്? അപ്പോൾ 117 km. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഏതാ? ഓപ്ഷൻ നമ്പർ 1. ആൻസർ ഓപ്ഷൻ നമ്പർ 1. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആഫ്റ്റർനൂൺ ക്ലാസ് ഇൻ സ്കൂൾ ബിഗിൻ അറ്റ് 1 PM ആൻഡ് എൻഡ് അറ്റ് 3:55 PM. There are 4 afternoon classes with 5 minutes in between each of the period allowed to break. The duration of minutes of each class period is. അപ്പോൾ ആഫ്റ്റർനൂൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മണിക്കാണ്. 1 PM ആഫ്റ്റർനൂൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ക്ലാസ് ബ്രേക്ക് ചെയ്യുന്ന ക്ലാസ് വിടുന്നത് എത്ര മണിക്കാണ്? 3:55. പിന്നെന്താ പറയുന്നത്? there are 4 afternoon classes. 4 ആഫ്റ്റർനൂൺ ക്ലാസ്സസ് ഉണ്ട്. ഈക്വൽ ക്ലാസ്സസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4. അങ്ങനെയാണെങ്കിൽ ഓരോ ക്ലാസ്സസിൻ്റെ ഇടയിലും 5 മിനിറ്റ്
5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ടൈം ഇനി നമ്മോട് ചോദിച്ചത് ഓരോ ക്ലാസ്സിൻ്റെ ടൈം എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ 1 മണി മുതൽ 3:55 വരെ ആവണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറുണ്ട്? ടോട്ടൽ ടൈം എത്രയാണ്? 2:55 ഉണ്ട്. ഇനി 4 ക്ലാസ്സിൻ്റെ ഇടയിൽ എത്ര ഫസ്റ്റ് പീരീഡ്? ഇത് ഫസ്റ്റ് പീരീഡാണ്, ഇത് സെക്കൻഡ് പീരീഡാണ്. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തു, 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തു, 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തു. പിന്നെ ഇവിടെ ബ്രേക്ക് ഇല്ല, ഇവിടെ പിന്നെ ക്ലാസ് വിടുകയാണ്. അപ്പോൾ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞപ്പോൾ തേർഡ് പീരീഡ് കഴിഞ്ഞു, ഫോർത്ത് പീരീഡ്. അപ്പോൾ ഇവിടെ 2, 3 5 മിനിറ്റ് ബ്രേക്കാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ബ്രേക്ക് എത്രയാണ്? ടോട്ടൽ ബ്രേക്ക് ടൈം എത്രയാണ്? 15 മിനിറ്റ്. അപ്പോൾ 2:55 15 മിനിറ്റ് കുറച്ചാൽ എത്രയാണ്? 0, 4, 2:40. 2 മണിക്കൂറും 40 മിനിറ്റാണ് ടോട്ടൽ ക്ലാസ്. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ എത്രയാണ്? 2 മണിക്കൂറും 40 മിനിറ്റാണ് 4 ക്ലാസ്സിന് വേണ്ടത്. 2 മണിക്കൂറും 40 മിനിറ്റാണ് 4 ക്ലാസ്സിന് വേണ്ടത്, 4 ക്ലാസ്സസ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ ഇൻ്റർവെൽ എത്രയായിരിക്കും? ഒരു ക്ലാസ്സിൻ്റെ ഇൻ്റർവെൽ എത്രയാണ്? 2:40/4 ചെയ്താൽ പോരെ. 2 മണിക്കൂറും 40 മിനിറ്റും ബൈ 40 എന്ന് പറഞ്ഞു. ഇനി ഈ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 മിനിറ്റാണ്. പ്ലസ് 40 മിനിറ്റ് ഡിവൈഡഡ് ബൈ 4 ചെയ്താലാണ് ആൻസർ കിട്ടുക. 120 മിനിറ്റ് പ്ലസ് 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 160 മിനിറ്റ് ഡിവൈഡഡ് ബൈ 4. 160 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 മിനിറ്റ്. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ ഇൻ്റർവെല്ലിൻ്റെ ഇടയിലുള്ള ടൈം എത്രയാണ്? 40 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ നമ്പർ 2.